നമസ്കാരം. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ 1, 2, 3 ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം ഒരു പ്രേക്ഷകൻ കണ്ടിറങ്ങിയപ്പോൾ പറഞ്ഞ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടുപോകാം. നമസ്കാരം. ഈ എമ്പുരാൻ എന്ന് പറയുന്ന ഈ ഒരു ചിത്രത്തില് 3 ഭാഗങ്ങൾ കട്ട് ചെയ്തതിനു ശേഷം ഈ പ്രേക്ഷകരുടെ ഒരു മോശായി തന്നെ മാറിയിട്ടുണ്ട്. അവരുടെ ഒരു സ്വഭാവഗതി മാറിയിട്ടുണ്ട്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നവമാധ്യമങ്ങളിൽ ഒത്തിരി അടിച്ചേൽപ്പിക്കലുകളും നടന്നൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഭാഗം കട്ട് ചെയ്തതിനു ശേഷം എന്താണ് പ്രേക്ഷകർക്കുണ്ടായ ഒരു വ്യത്യാസം, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ചിത്രം കണ്ടായിരുന്നു? അതെ, ഞാനിപ്പോൾ 2 തവണ കണ്ടിട്ടുണ്ട് ആ പടം. അതായത് ആദ്യം കട്ടിയതിന് മുന്നേ ഞാൻ ഒന്ന് കാണാൻ ശ്രമിച്ചു. 2ാം ദിവസമാണ് ഞാൻ കണ്ടത് പടം. അതിൽ ഓൾറെഡി എല്ലാം ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവമാണിത്. അതെ അതെ അതെ. പക്ഷെ അത് അവർക്ക് ചില പാർട്ടിക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് തീർച്ചയായിട്ടും ഇതൊരു സിനിമയായിട്ടല്ലേ എടുക്കണം, മനസ്സിൽ സിനിമയായിട്ട്. അതെ, സിനിമ അവർ തന്നെ ചിലവർ പറയുന്നുണ്ട് സിനിമയായിട്ട് തന്നെ എടുക്കണമെന്ന്. എന്നിട്ട് പോലും ചില രാഷ്ട്രീയ പാർട്ടികൾ അവര് ഇതിന് എതിരെ പ്രതിഷേധവുമായിട്ട് മുന്നിൽ വർഗീയത കുത്തി മനുഷ്യത്വമില്ലായ്മ പോലെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ മാതിരി ശരിക്കും ഇപ്പൊ ഇത് ഗുജറാത്ത് നടന്ന സംഭവമാണ്. ഇത് ശരിക്കും സത്യം പറഞ്ഞാൽ ലൈവായിട്ട് നടന്നതാണ്. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുന്നത്, എൻ്റെ അമ്മയുടെ അച്ഛൻ ഗുജറാത്തുകാരനാണ്. അയാൾ 80 കൊല്ലമായിട്ട് അച്ഛൻ അവിടെ ഉള്ള കാലമാണ്. അവിടെ നടന്ന ഒരു സംഭവമാണ് ഇത് സത്യമായ. അതായത് അവിടെ ശരിക്കും ഇതിന് തുടക്കം കുറിച്ചത് ഒരു മുസ്ലിം പള്ളിയിൽ ഒരു പശു കയറി ചെന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പശുവിനെ മുസ്ലിം പള്ളിയിലെ ആൾക്കാർ വെട്ടിക്കൊന്നു. അതിനെതിരെ ചോദിക്കാൻ ചെന്ന ഒരു ഇതുണ്ട്, ഒരു സ്വാമി. ആ സ്വാമി പള്ളിയിൽ പോയപ്പോ പള്ളിയിൽ അയാളെ വെട്ടിക്കൊന്നു. അങ്ങനെയാണ് ഈ ഗുജറാത്ത് കലാപം കുറിച്ചത്. അതെ അതെ, തീർച്ചയായിട്ടും അതൊക്കെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ ഉള്ള ചെറുപ്പക്കാരുടെ മുൻപിൽ ഈ ഒരു ചിത്രം വളരെയധികം കഷ്ടപ്പെട്ട് പൃഥ്വിരാജ് എന്ന് പറയുന്ന ആ ഒരു മഹാ ഡയറക്ടർ എത്തിച്ചപ്പോൾ അവരെ റെസ്പെക്ട് അല്ലേ ചെയ്യേണ്ടത്, അല്ലാതെ നമ്മൾ ഈ വർഗീയതയുണ്ട് അതുണ്ട് എന്നൊക്കെ പറഞ്ഞ് 2025 കാലഘട്ടത്തിൽ ഇതൊക്കെ പൊക്കിക്കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ടോ? ചിത്രത്തെ അത് മേജർ രവി പറഞ്ഞതിന് എന്താണ്, അയാൾ ആദ്യമായി നല്ല കാര്യം എടുത്തു പറഞ്ഞ വ്യക്തി വീണ്ടും കാലുമാറി. അതിന്റെ ആവശ്യം, കാരണം ഇത് നടന്ന കലാപ സംഭവമാണിത്. ശരിക്കും മേജർ രവി പറഞ്ഞിരിക്കുന്നത് ധൈര്യക്കുറവാണോ? ശരിക്കും അത് ധൈര്യക്കുറവ് തന്നെയാണ്. കാരണം ഇത്ര ഒരു വലിയ മേജറായിരുന്ന ഒരു വ്യക്തി ഇങ്ങനെ മാറ്റി പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ നടന്ന കലാപം തന്നെയാണിത്. ശരിക്കും അതിനെതിരെ ലാലേട്ടൻ പ്രതികരിക്കേണ്ടായിരുന്നു. ശരിക്കും പ്രതികരിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ലാലേട്ടന് ഒരു ആൾക്കാരായിട്ടുള്ള ഒരു അടുപ്പത്തിന്റെ പുറത്ത് ഇത് മാപ്പ് പറഞ്ഞു ഒഴിവാക്കി. ബന്ധത്തിനൊരു മുറിവേൽപ്പിക്കാതെ